കുർബാനയ്ക്ക് ശേഷം വരുന്ന 5-ാം ഞായറാഴ്ച പരിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളാണ്. അധികാരവൃന്ദങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ട ചില ധാർമ്മിക നിലവാരങ്ങളെപ്പറ്റി ക്രിസ്തു ഈ വേദഭാഗത്തിലൂടെ ചൂണ്ടിക്കാട്ടുകയാണ്. പലപ്പോഴും സ്ഥാനമാനങ്ങൾ, അധികാരവർഗങ്ങൾ, നേതൃത്വം നൽകുന്നവരൊക്കെ പലപ്പോഴും ജനത്തെ ചൂഷണം ചെയ്യുന്നതായിട്ട് അന്നും ഇന്നും എന്നും നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തു ഏറ്റവും കൂടുതൽ ശക്തമായി എതിർത്തത് അവർക്കെതിരെയാണ്. സാധാരണ ജനം ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളെ ചൂണ്ടിക്കാട്ടി അതിനെ എപ്പോഴും അഭിസംബോധന ചെയ്ത് അധികാരവർഗത്തിലിരിക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗത്തിൻ്റെ സത്യസന്ധത കൈവിട്ട് അധാർമികമായും അനീതിയായും പ്രവർത്തിക്കുന്നവർക്കെതിരെ ക്രിസ്തു ഉയർത്തുന്ന ഒരു വാക്കാണ് വോ ടു യു ഹിപ്പോക്രൈറ്റ്സ്, കപടഭക്തിക്കാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന്. പലപ്പോഴും ക്രിസ്തു എല്ലാവരോടും ക്ഷമിക്കുന്നതായിട്ടാണ് നാം സുവിശേഷത്തിൽ കാണുന്നത്. ചുങ്കക്കാരോടും പാപികളോടും വേശ്യാസ്ത്രീകളോടും പീലാത്തോസിനോടും പത്രോസിനോടും കള്ളനോടുമെല്ലാം ക്രിസ്തു ക്ഷമിക്കുകയാണ്. എന്നാൽ ക്രിസ്തു ക്ഷമിക്കാത്ത ദ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പീപ്പിൾ അവരാണ് സ്ക്രൈബ്സ് ആൻഡ് ഫാരിസീസ്, പരീശന്മാർ, സാദൂക്യരും. അവരെ കപടഭക്തി എന്ന വാക്കിലാണ് അവരുടെ പ്രവർത്തനങ്ങളെ മുഴുവനും കപടഭക്തിയോട്, അവരുടെ കാപട്യത്തോടാണ് ക്രിസ്തു വിമർശിക്കുന്നത്. അതുകൊണ്ട് അവർ ചെയ്യുന്ന മറ്റു വലിയ പാപങ്ങളെപ്പറ്റിയല്ല, സാധാരണക്കാരായ ആളുകളെ മോശയുടെ ന്യായപ്രമാണം പറഞ്ഞ് പീഡിപ്പിക്കുന്നതിനെതിരെ, അവർ ചെയ്യുന്ന തെറ്റായ ഭരണ നേതൃത്വത്തിനെതിരെയാണ്, അവരുടെ അതോറിറ്റി അബ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ്, ചൂഷണം ചെയ്യുന്നതിനെ പറ്റിയാണ് ക്രിസ്തു വേദഭാഗം നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് അബ്യൂസസ് ദ അതോറിറ്റി അല്ല, ഡിഗ്നിറ്റി ഓഫ് അതോറിറ്റി. ലഭിച്ചിരിക്കുന്ന അധികാരങ്ങളുടെ ഡിഗ്നിറ്റി എന്താണ്, അതിൻ്റെ വാല്യൂ എന്താണെന്ന് നാം കാത്തുസൂക്ഷിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ക്രിസ്തു വേദഭാഗത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നേതൃത്വം നൽകുന്നവരും നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുന്നവരും സൂക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ ഈ ഒരു വേദഭാഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് മൊറാലിറ്റി, ധാർമ്മികത. ധർമ്മം എന്ന വാക്ക് ഭാരതത്തിൻ്റെ എല്ലാ പുരാണ ഗ്രന്ഥങ്ങളിലും ഗുരുക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് ധർമ്മം ചെയ്യുക. ധർമ്മവും കർമ്മവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇഴപിഴിച്ച് കിടക്കുന്ന വാക്കുകളാണ് എന്നുള്ളത് നമുക്കറിയാം. ഏത് അധികാരത്തിലിരിക്കുമ്പോഴും ഏത് സ്ഥാനത്തിരിക്കുമ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട, അതിനോടൊപ്പം ഇരിക്കേണ്ട കാര്യമാണ് അത് ധാർമ്മികമായി ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ശരിയായ ധർമ്മത്തിൽ തന്നെ അത് ചെയ്യുക എന്നുള്ളത്. ഭാരതത്തിൽ പുതിയ രാജാവിനെ അവരോധിക്കുന്ന വേളയിൽ പ്രതീകാത്മകമായി ഒരു അനുഷ്ഠാനം ഉണ്ടായിരുന്നു. പ്രജാപതി ശിരസിൽ സുവർണ കിരീടവും കയ്യിൽ രാജദണ്ഡ്, ചെങ്കോല് പിടിച്ച് ഉപവിഷ്ടനാകുമ്പോൾ, സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ ഇങ്ങനെ പ്രഖ്യാപിക്കുമായിരുന്നു, അധണ്ഡാസ്മി. എന്താണ് അർത്ഥം? ശിക്ഷിക്കാനും രക്ഷിക്കാനും അധികാരമുള്ള തന്നെ ശിക്ഷിക്കാൻ മറ്റാർക്കും അധികാരമില്ല എന്നാണ് അർത്ഥം. ഈ രാജകീയ പ്രസ്താവനയ്ക്ക് ശേഷം രാജപുരോഹിതൻ പുതിയ രാജാവിൻ്റെ ശിരസിലെ കിരീടത്തിന് മുകളിൽ ധർമ്മദണ്ഡ് പിടിച്ചുകൊണ്ട് അദ്ദേഹം ഉച്ചത്തിൽ പ്രഖ്യാപിക്കും, ധർമ്മദണ്ഡാസ്മി. അല്ലയോ രാജാവേ, രാജാധികാരം കൈയാളുന്ന അങ്ങയുടെ അധികാരത്തിന് മുകളിൽ ധർമ്മത്തിൻ്റെ മേലധികാരമുണ്ട് എന്ന് മറക്കരുത് എന്ന്. അതുകൊണ്ട് ഏത് സ്ഥാനത്തായാലും, ഏത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളായാലും, ഏത് നേതൃത്വം നൽകുന്നവരായാലും അവരുടെ മേളിൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കരുത്. അവരുടെ മേളിൽ ധർമ്മത്തിൻ്റെ ദണ്ഡ് അവരുടെ മുകളിലുണ്ട്. ആ ധർമ്മത്തിൻ്റെ ദണ്ഡെടുത്താണ് ക്രിസ്തു ഇവർക്കെതിരെ ശബ്ദമുയർത്തുന്നത്. ധർമ്മത്തിൻ്റെ മേലധികാരങ്ങൾ മറക്കാതെ നമ്മുടെ നേതൃത്വങ്ങൾ, നാം നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്
ഒരു ചിന്ത. രണ്ടാമതായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട നേതൃത്വം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സദാചാരബോധം. ഇന്ന് നഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സദാചാരബോധം. ചുറ്റുപാടുകളിലെ അതിൻ്റെ ഡിഗ്നിറ്റി, അതിൻ്റെ വാല്യൂ, അതിൻ്റെ തെറ്റായ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അതിനെ ചൂഷണം ചെയ്യാതെ അതിൻ്റെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാവിധമായ യോഗ്യതകളും ആദരവും എല്ലാവിധമായ ബഹുമാനങ്ങളും നൽകിക്കൊണ്ട് എല്ലാവരെയും ആ രീതിയിൽ കാണുകയും ആ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുക. ഈ സദാചാര ബോധം ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ പല നേർക്കാഴ്ചകളും നമുക്ക് കേരളത്തിലൊക്കെ കാണുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സദാചാര ബോധത്തിലായിരിക്കണം നമ്മുടെ നേതൃത്വങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്. മൂന്നാമതായിട്ട് നീതിബോധം. നീതിയോടുകൂടെ ചെയ്യുക. നീതിക്ക് വേണ്ടിയാണ് നിയമങ്ങൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. അധികാരങ്ങൾ സേവനത്തിനാണ്. അധികാരങ്ങൾ സേവനത്തിനും നിയമം നീതിക്കുമായിരിക്കണം. അപ്പോൾ ഈ നീതിബോധത്തിലൂടെ ഒരു ജസ്റ്റിസ് എന്ന ഒരു വലിയ കാര്യം അതും നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട്. ആ നീതി നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ആ നീതിയുടെ ശബ്ദമാണ് ഇവിടെ ക്രിസ്തു. ആ നീതിയുടെ ശബ്ദമാണ് ഇവരോട് സംസാരിക്കുന്നത്. അവർ ചെയ്യുന്ന ഓരോന്നും ക്രിസ്തു അവരോട് പറയുകയാണ്. അവർ ചെയ്യുന്ന ഓരോ നീതിക്ക് ചേരാത്ത കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതുകൊണ്ട് നീതിബോധത്തോടുകൂടെ മാത്രം, ആ നീതിബോധം നമ്മുടെ മനസാക്ഷിയാണ് ഉണർത്തുന്നത്. ആ മനസാക്ഷിയുടെ നീതിബോധത്തിൽ അധികാരങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ സാധിക്കുമ്പോൾ മാത്രമേ കാപട്യങ്ങൾ മാറ്റിവെച്ച് സത്യസന്ധമായി നേതൃത്വം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗുരു ശിഷ്യരോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു. ശിഷ്യന്മാർക്ക് വിളമ്പിയതിനേക്കാൾ മെച്ചപ്പെട്ട ഭക്ഷണമാണ് തനിക്ക് വിളമ്പിയതെന്ന് മനസ്സിലാക്കിയ ഗുരു ഭക്ഷണം കഴിക്കാതെ മുറിയിലേക്ക് പോയി. ഇനി 2 ദിവസത്തേക്ക് തനിക്ക് ഭക്ഷണം വേണ്ടെന്ന് അവരെ അറിയിച്ചു. ദുഃഖിതരായ ശിഷ്യർ ഗുരുവിൻ്റെ അടുത്തെത്തി പറഞ്ഞു, അങ്ങ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കും കഴിക്കാനാകില്ല. 2 ദിവസം ഒന്നും കഴിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഗുരു അവരോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും കഴിച്ച് മിച്ചമുണ്ടായിരുന്നത് ഗുരുവും ഭക്ഷിച്ചു. മുൻപന്തിയിൽ നിൽക്കേണ്ടവരും മുന്തിയത് ലഭിക്കേണ്ടവരുമാണ് തങ്ങളെന്ന ചിന്ത മാറ്റുകയാണ് ഓരോ നേതാവും ആദ്യം ചെയ്യേണ്ട കാര്യം. നേതൃത്വത്തിൻ്റെ ഇടയസേവക ശുശ്രൂഷ നിർവചനങ്ങൾ പഠനക്കളരികളിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. പ്രവൃത്തി പദത്തിൽ അവയെല്ലാം അപ്രായോഗിക സങ്കല്പങ്ങളായി ശേഷിക്കുന്നതായിട്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത്. ഇതോടെ മുൻനിരയിൽ മാത്രം നടന്ന് ശീലിച്ചവർക്ക് തങ്ങളുടെ പിന്നിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിവുണ്ടാകുകയില്ല. വന്ന വഴികൾ മറക്കുന്നവരും പുറകോട്ട് നോക്കാൻ മടിയുള്ളവരും മനുഷ്യത്വമുള്ള നേതാക്കളാകില്ല. അണികൾ എപ്പോഴും പിന്നിലാകണം എന്ന നേതൃത്വ മിഥ്യാസങ്കല്പങ്ങൾ പൊളിച്ചെഴുതാൻ തയ്യാറായ നേതാക്കന്മാർക്ക് മാത്രമേ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാനാവുകയുള്ളൂ. ഗുരു ചേർന്ന് നിന്നാൽ മാത്രം പോരാ, ചേർത്ത് നിർത്തണം. ദൈവം അനുഗ്രഹിക്കട്ടെ.